അനുസരിക്കില്ല ഞാൻ പറഞ്ഞ ചെക്കൻ എന്താ കുറവ്? ചെവിയില്ലേ, മൂക്കില്ലേ, വായില് നല്ല പല്ലില്ലേ? എന്റെ ചിത്രത്തിൽ എന്താ ഒരു കുറവ്? കാസറ്റ് പടി എന്താ അന്തസ്സുള്ള ജോലിയല്ലേ? അവന്റെ ഒരു അന്തസ്. ആ പണിയുടെ ഗുണമതിയാരെയും കൊണ്ടല്ലേ കുറച്ചാൽ അവൻ മൂക്കും പൊത്തി നടന്നത്. കാസറ്റ് പോലെ അവന്റെ മനസ്സും കണ്ടുമടുക്കുമ്പോ മായ്ക്കും, പുതിയത് കേറ്റും. എനിക്ക് എന്റെ ചിത്രേട്ടൻ മതി. ചിത്രേട്ടൻ അവൻ നാട് വിട്ട് കാണുപടി. അവനെ പറ്റി ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. ഭരണാറി കളർ പടമായി നടക്കുന്ന എംബോഗി, അവനെ ഞാൻ ഈ മില്ലിലിട്ട് ഇടിച്ചു പൊടിച്ച് പടമാക്കും. അന്ന് ഞാനും ചാകും. നിങ്ങളല്ല വന്നോ രണ്ടിനെ വെട്ടി നുറുക്കിക്കളയും ഞാൻ. അതുപോലെ പല സീൻസ് ഉള്ള കാസറ്റുകളും എന്റെ ഉണ്ട്. കാണണോ? എന്താണ് വാസന പറഞ്ഞത്? ഭയം അറിയുന്നോ നീ? ഇനി മേലാ ലോകയെ പറിച്ച് ഇങ്ങോട്ട് കയറി വരരുത്. എനിക്ക് നാട്ടുകാരെ പേടിക്കണം. എന്റെ പെങ്ങടെ മാനം കരുതാതെ കടന്നു പോ. ഞാനിപ്പോ കടന്നു പോയാ നിന്റെ പെങ്ങടെ മാനം പൂമാനമായി പോകും. കടന്ന് പാട്ടാ. എടാ രണ്ടും കിട്ടവനെ, നീ അധികം എളിയരുത്. ഞാനിപ്പോ ഇവിടെ നിന്റെ മുമ്പിൽ വെച്ചേ ഒന്നും ചെയ്യില്ല. മിസ്റ്റർ ചിത്രാംഗൻ, എന്റെ പെങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ അങ്ങനെയൊന്നും മനസ്സിലുണ്ടെങ്കിൽ താമരക്കുട്ടി, നിന്നിഷ്ടം എന്നിഷ്ടം. അളിയനെ ഒന്ന് രണ്ട് ദിവസം കാണാതിരുന്നപ്പോ ഈ കാസറ്റ് എറക്ഷൻ ചെയ്യുന്നത് പോലെ, എറക്ഷൻ അല്ലേ ഇറേസ്, അതുപോലെ എന്റെ പെങ്ങളെ നിന്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞിരിക്കുമോ എന്ന് കരുതിപ്പോയി. അത് അളിയന്റെ വിവരക്കേട്. ഇതെന്റെ മാസ്റ്റർ പ്രിന്റാണ് അളിയ. ഞാനത് ഇറേസ് ചെയ്യൂ. പിന്നെ പൈറസി ഇറങ്ങാതെ അളിയനും കൂടെ നോക്കിക്കോണം. ഞാൻ സ്വന്തം ജോലിയുണ്ട്. അളിയത് ഓ ആ വാതിലും കൂടെ ചാരിയ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. നേരെയല്ലേ വണ്ടി എടുക്കാം. ഒരു സ്ട്രേറ്റ് അറ്റാക്ക് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇന്റർപോളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബോംബെ പോലീസ് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് ഡീറ്റെയിൽസ് കിട്ടും. വൈകുന്നേരം സ്റ്റാഫിനുള്ള ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ അതൊന്ന് അവോയ്ഡ് ചെയ്തുകൂടെ? എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു സാർ. അതിന് ഓക്കെ. ഒന്നും പേടിക്കാനല്ല മിഖയിലെ, താൻ ധൈര്യമായിട്ടില്ലടോ. വൈകിട്ട് ഞാനിങ്ങ് എത്താം. വരട്ടെ മോളെ. എക്സ്ക്യൂസ് മീ സാർ, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? മിസ്റ്റർ ബൽറാമൻ, ചില കാര്യങ്ങൾക്ക് ഞാനും നിസ്സഹായനാണ്. മേലെടുത്തുന്ന ഉത്തരവുകൾ അത് തെറ്റോ ശരിയോ അതേപോലെ അനുസരിക്കേണ്ട ഗതികേടാണ് ഞങ്ങൾക്കുള്ളത്. സാറ് പറയുന്നത്
ഏതായാലും ഇതിന്റെ പിന്നിൽ ഒരു ഹൈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. വരട്ടെ. ഓ यस मैं काली हूँ। नंदलाल, शौर्य बच गया। क्या लगता है ये बच गया? एक निशस नमक हराम निकला और काली का निशाना चूक गया। शर्म नहीं आती कमीने? मैंने इस मामूली काम के लिए तुम जैसे कुत्तों को 2 लाख की हड्डी फेंकी है। सुनो, आखिरी बार कहता हूं, शिवलियर कल का सूरज न देखने पाए, वरना कुत्ते, तुम्हारा आखिरी दिन आ गया। അവളെ കൊണ്ടാക്കട മാധവ പൂങ്കാ വിനോദമേ വിനോദമേ. ആശാനെ പരിപാടി ബുക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടാ. ആരാണെന്ന് മനസ്സിലായില്ലല്ല, ഞങ്ങ ചിത്തപ്പെടുത്ത് കാരണേ. ओ बदमाश कहाँ है? ഭസ്മാസുരനാ? कुत्ते किधर है वो कुत्ते? ആ ഇന്ത്യയാണല്ലേ. എടി വീരോ, ദാണ്ടെ നമ്മുടെ മകന്റെ പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി ബാംബെ നാളെ വന്നിരിക്കണ്. സാർമാർ ഇങ്ങാട്ടിരി. साले तू तमाशा कर। കാണിക്കാൻ പോണോ? എനിക്കൊന്നും മനസ്സിലാവില്ല പട്ടി. എന്റെ വ്യാകുല മാതാവേ. വീരോ, വീരോ. सुना नहीं? രണ്ടിന്റെ വലകെ ചവിട്ടിപ്പിടിച്ച കാരാണിത്. വിരോ, പലതും പറ്റിയാറുന്ന ഇപ്പൊ എങ്ങനെയുണ്ടോ ചൂലെ? വായിങ്ങാട്ടി അങ്ങനെ വാങ്ങാൻ പറയണ. എന്റെ മോനോട് क्या कहा तुमने? इसी पहलवान ने 2 इंच वाला तख्त को तोड़कर माकर तोड़ा। सुंदर ആചാരെ, ഇപ്പോഴെങ്കിലും എന്റെ ചവിട്ടിയാൽ ഇവനോട്ട് ചവിട്ടിക്കോട്ടെ. कमान
इग्निशियस कहाँ है? बोल! बोल! മോളെ പൊക്കോ, ഇങ്ങോട്ട് വരണ്ട. ഓടിപ്പൊക്കോ മോളെ. ഓടിക്കോ മോളെ. അയ്യോ കുഞ്ഞിനെയൊന്നും ചെയ്യല്ലേ. अरे जुगनू, तू बोल, इग्निशियस कहाँ है? इग्निशियस कहाँ है?